Hi, good morning. നമുക്ക് ഇന്നൊരു പൊട്ടറ്റോ മെഴുക്കുവരട്ടി ഉണ്ടാക്കിയാലോ. പൊട്ടറ്റോ മെഴുക്കുവരട്ടി എന്ന് പറയുമ്പോൾ ഇത് കുറച്ച് സ്പൈസി ആണ് പക്ഷെ നല്ല ടേസ്റ്റ് ആണ് ട്ടോ. സാധാരണ ഉണ്ടാക്കുന്ന ഇൻഗ്രീഡിയൻസിനേക്കാൾ കുറച്ച് വ്യത്യസ്തമായ രീതിയിലുള്ള ഇൻഗ്രീഡിയൻസ് ഒക്കെ ചേർത്തിട്ടാണ് നമ്മുടെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് തന്നെയാണ് പക്ഷെ അതൊക്കെ ആഡ് ചെയ്തിട്ട് നിങ്ങൾ ഇങ്ങനെ ഒരു പൊട്ടറ്റോ മെഴുക്കുവരട്ടി ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടും ഒന്ന് ട്രൈ ചെയ്യൂ. അപ്പോൾ നമ്മുടെ ഈ ഒരു പൊട്ടറ്റോ മെഴുക്കുവരട്ടി ഉണ്ടല്ലോ ഇത് ഉണ്ടാക്കിയിട്ട് ചൂടോടുകൂടി കഴിക്കാട്ടോ. ഞാൻ പലപ്പോഴും പല റെസിപ്പികളും പറയാറുണ്ട് ചൂട് മാറിയിട്ട് കഴിക്കുക എന്നുള്ളത്. ഈ ഒരു മെഴുക്കുവരട്ടി ചൂടോടുകൂടി കഴിക്കുക. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് നമ്മുടെ പൊട്ടറ്റോ മെഴുക്കുവരട്ടി തയ്യാറാക്കുന്നത് നോക്കാം. നമുക്ക് നമ്മുടെ ഇൻഗ്രീഡിയൻസ് നോക്കാം. ഞാനിപ്പോൾ 2 ഉരുളക്കിഴങ്ങ് എടുത്തിട്ടുണ്ട്. അതിലേക്ക് ഒരു ചെറിയ സവോള, വളരെ ചെറിയ സവോള മതി കേട്ടോ. ഉള്ളി വേണമെന്നുണ്ടെങ്കിൽ ഉള്ളി എടുക്കാം. ഉള്ളി നന്നാക്കി എടുക്കാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ചെറിയൊരു സവോള എടുക്കാം. പിന്നെ എടുത്തിരിക്കുന്നത് 2 വറ്റൽമുളക്, 1/2 ടീസ്പൂൺ കുരുമുളക്, 6-7 അല്ലി വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ. തീരെ ചെറിയ വെളുത്തുള്ളി ആയതുകൊണ്ടാണ് ഞാൻ ഇത്രയും വെളുത്തുള്ളി എടുത്തത്. വലിയ വെളുത്തുള്ളി ആണെങ്കിൽ 1-1.5 അല്ലി മതി, അധികം വെളുത്തുള്ളി വേണ്ട. 1/4 ടീസ്പൂൺ പെരിഞ്ജീരകം, നമ്മുടെ വലിയ ജീരകം. ഇത് നമുക്ക് ചതച്ചെടുക്കാനുള്ളതാണ്. അപ്പോൾ ആദ്യം നമുക്ക് ഈ ഉരുളക്കിഴങ്ങ് കട്ട് ചെയ്തെടുക്കാം. അതുപോലെ തന്നെ സവോളയും കട്ട് ചെയ്തെടുക്കാം. ഉരുളക്കിഴങ്ങ് കട്ട് ചെയ്യുമ്പോൾ ഒരുപാട് വലിയ പീസുകളായിട്ട് കട്ട് ചെയ്യരുത്. അതെങ്ങനെയാണെന്ന് കാണിച്ചു തരാം കട്ട് ചെയ്തിട്ട്. ഇപ്പോൾ നമ്മൾ നമ്മുടെ ഉരുളക്കിഴങ്ങും സവോളയും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഉരുളക്കിഴങ്ങ് ഇത് കണ്ടോ, ഈ ഒരു വലിപ്പത്തിലാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. തീരെ ചെറിയ പീസുമല്ല, ഒരുപാട് വലിയ പീസുമല്ല, ഒരു മീഡിയം വലിപ്പത്തിലുള്ള പീസുകളായിട്ട്. സവോള ഇതുപോലെ ചെറിയ പീസുകളായിട്ടാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഉരുളക്കിഴങ്ങ് വേവിക്കാൻ വെക്കാം. ഉരുളക്കിഴങ്ങ് വേവിക്കാനായിട്ട് ഞാനൊരു മൺചട്ടിയിൽ കുറച്ച് വെള്ളം വെച്ചിട്ടുണ്ട്. നമ്മൾ എടുക്കുന്ന ഉരുളക്കിഴങ്ങിൻ്റെ വേവ് അനുസരിച്ച് വെള്ളത്തിൻ്റെ അളവിൽ ചെറിയ വ്യത്യാസം വരാം. ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കുക. ഒരുപാട് വെള്ളത്തിൽ കുഴഞ്ഞു പോകുന്ന രീതിയിൽ വേവിച്ചെടുക്കരുത്. ഇപ്പോൾ ഉരുളക്കിഴങ്ങും വെള്ളവും കണ്ടോ ഒരേ ലെവലിലാണ് നിൽക്കുന്നത്. ഇതിലേക്ക് ഉരുളക്കിഴങ്ങിന് ആവശ്യമായ ചെറിയൊരളവിലുള്ള ഉപ്പ്, നമുക്ക് നമ്മുടെ മസാലകൾ വഴറ്റുമ്പോൾ അതിലേക്ക് ഉപ്പ് ചേർക്കേണ്ടതാണ്. അതുകൊണ്ട് ഞാൻ ചെറിയൊരളവിൽ ഉപ്പ് ചേർക്കുന്നുള്ളൂ. പിന്നെ ഒരു 2 പിഞ്ച് മഞ്ഞൾപ്പൊടി, ഇത് രണ്ടും ചേർത്ത് ഉരുളക്കിഴങ്ങ് ഒരു 1/4 ഭാഗത്തിൽ കൂടുതൽ വേവിച്ചെടുക്കുക. കുഴഞ്ഞു പോവാത്ത രീതിയിൽ വേവിച്ചെടുക്കുക. ഇനി നമുക്ക് നമ്മുടെ മസാലകളൊന്ന് ചതച്ചെടുക്കണം. അത് കല്ലിൽ തന്നെ ചതച്ചെടുക്കണം, മിക്സിയിൽ അടിച്ചെടുക്കരുത്. ഇപ്പോൾ നമ്മുടെ ഉരുളക്കിഴങ്ങ് കറക്റ്റായിട്ട് കുക്കായി ഇതാ വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്, കുഴഞ്ഞു പോയിട്ടില്ല. അപ്പോൾ നമുക്കിനി വേറെ പാൻ വെച്ചിട്ട് മെഴുക്കുരുട്ടി തയ്യാറാക്കാം. ഇപ്പോൾ നമ്മൾ മെഴുക്കുവരട്ടി റെഡിയാക്കാനായിട്ട് ഒരു പാൻ വെച്ചിട്ടുണ്ട്. പാനിലേക്ക് വെളിച്ചെണ്ണയാണ് ഒഴിച്ചിരിക്കുന്നത്. വെളിച്ചെണ്ണയിൽ തന്നെ ഈ ഒരു റെസിപ്പി ചെയ്യുക. ഇതിലേക്ക് നമുക്ക് 1 ടീസ്പൂൺ കടുക് ചേർത്ത് കൊടുക്കാം. കടുക് ഒന്ന് പൊട്ടി തുടങ്ങട്ടെ. ഇപ്പോൾ നമ്മുടെ കടുക് പൊട്ടി കഴിഞ്ഞിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന സവോള ചേർത്ത് കൊടുക്കാം. സവോള ചേർത്തിട്ട് സവോളയുടെ കളറൊന്ന് ചെറുതായിട്ട് ചേഞ്ച് ആയി തുടങ്ങുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുക്കുക. അതുപോലെ തന്നെ നമ്മുടെ ഉരുളക്കിഴങ്ങിൻ്റെ ഉപ്പ് ചെക്ക് ചെയ്യുക. ഉരുളക്കിഴങ്ങിന് കറക്റ്റ് ഉപ്പാണെങ്കിൽ ഈ സവോളയ്ക്ക് ആവശ്യമായ ചെറിയൊരളവിലുള്ള ഉപ്പ് മാത്രം ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ ഉരുളക്കിഴങ്ങിൻ്റെ ഉപ്പ് ചെക്ക് ചെയ്ത് ഉരുളക്കിഴങ്ങിന് ആവശ്യത്തിന് ഉപ്പുണ്ട്. ഞാൻ സവോളയിലേക്ക് ഉപ്പ് ചേർക്കുന്നില്ല കേട്ടോ. സവോളയിലേക്ക് ഉപ്പ് ചേർത്തിട്ടുണ്ടെങ്കിൽ ഉപ്പ് കൂടിപ്പോവും, അതുകൊണ്ടാണ്. ഇനി നമുക്ക് സവോളയിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കാം. കറിവേപ്പിലൊക്കെ ചേർക്കുമ്പോൾ കുറച്ചധികം ചേർത്തോളൂ. ധാരാളമായിട്ട് കറിവേപ്പില ചേർക്കുകയാണെങ്കിൽ നമ്മുടെ കറിയുടെ ടേസ്റ്റും കൂടും. ഇപ്പോൾ നമ്മുടെ സവോളയൊക്കെ ഒന്ന് കുക്കായി തുടങ്ങുന്നുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി, വറ്റൽമുളക്, കുരുമുളക്, പെരിഞ്ജീരകം എല്ലാം ചേർന്നിട്ടുള്ള മിക്സ് ഉണ്ടല്ലോ, ഇത് ചേർത്ത് കൊടുക്കാം. ഇപ്പോൾ ഈ വറ്റൽമുളകൊക്കെ ചതച്ചത് ചേർക്കുമ്പോൾ ഫ്ലെയിം കുറച്ച് വെക്കുക കേട്ടോ. കരിഞ്ഞു പോവാതിരിക്കാനാണ് നമ്മൾ ഫ്ലെയിം കുറച്ച് വെക്കുക എന്ന് പറയുന്നത്. സവാള ഉള്ളതുകൊണ്ട് കരിഞ്ഞു പോവില്ല, എങ്കിലും ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് തന്നെ ചേർക്കുക. ഇനി വറ്റൽമുളകിൻ്റെയും വെളുത്തുള്ളിയുടെയൊക്കെ ഒരു റോ ടേസ്റ്റ് മാറി വരുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കുക. ഒരു 1/2 മിനിറ്റ് ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ടെങ്കിൽ വെളുത്തുള്ളിയൊക്കെ ഒന്ന് കുക്കായി വന്നോളും. നന്നായിട്ട് ചതച്ചതാണല്ലോ. നമ്മൾ കുരുമുളകും വറ്റൽമുളകും ഒക്കെ ചേർത്തിരിക്കുന്നതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല എരിവുണ്ടാവും. എങ്കിലും ഒരു കളറിന് വേണ്ടി ഒരു 1/4 ടീസ്പൂണിൽ താഴെ നമുക്ക് കാശ്മീരി ചില്ലി പൗഡർ ചേർത്ത് കൊടുക്കാം. ഒരു കളറിന് മാത്രമാണ് നമ്മൾ കാശ്മീരി ചില്ലി പൗഡർ ചേർക്കുന്നത്, എരിവിന് വേണ്ടിയല്ല. കാശ്മീരി ചില്ലി പൗഡറും കൂടി ഒന്ന് കുക്കായി വരുമ്പോൾ നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന, നമ്മൾ കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഉരുളക്കിഴങ്ങ് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി മിക്സ് ചെയ്യുക. ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇളക്കി മിക്സ് ചെയ്യുക. ഹൈ ഫ്ലെയിമിൽ വെക്കരുത്, കുഴഞ്ഞു പോകുന്ന രീതിയിൽ ഇളക്കരുത്. കുഴഞ്ഞു പോവാത്ത രീതിയിലൊന്ന് ഇളക്കി മിക്സ് ചെയ്തെടുക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഉരുളക്കിഴങ്ങ് മെഴുക്കുവരട്ടിയുടെ പരിപാടി. വളരെ സിമ്പിളായിട്ട് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതാണ്. നിങ്ങൾ ഇങ്ങനെ ഉരുളക്കിഴങ്ങ് മെഴുക്കുവരട്ടി തയ്യാറാക്കിയിട്ടില്ലെങ്കിൽ ഉറപ്പായിട്ടൊന്ന് ട്രൈ ചെയ്തോളൂ. ചോറിൻ്റെ കൂടെ നല്ല ടേസ്റ്റാണ്. അപ്പോൾ കുഴഞ്ഞു പോവാതെ വേവിച്ചെടുക്കണം എന്ന് മാത്രമേ ഉള്ളൂ. ഇതിൽ ഇളക്കുമ്പോഴും കുഴഞ്ഞു പോകരുത്, പക്ഷെ ആവശ്യത്തിന് വെന്തിട്ടുണ്ടാവണം.
അപ്പോൾ എല്ലാവർക്കും ഈ ഒരു റെസിപ്പി ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ തന്നെ ഇഷ്ടമായോ ഇല്ലയോ എന്നൊന്ന് കമൻറ്റ് ചെയ്യാനും മറന്നു പോകരുത്. പിന്നെ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ നമ്മുടെ വീഡിയോ പ്രസൻറ്റ് ചെയ്യുന്ന രീതിയൊക്കെ ഇഷ്ടമായിരുന്നുണ്ടെങ്കിൽ ഒന്ന് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് ഈ വീഡിയോയുടെ താഴെയുള്ള റെഡ് സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യുക. ആൻഡ് റൈറ്റ് സൈഡിലുള്ള ബെല്ലൈക്കണും ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഓൾ എന്ന് പറഞ്ഞിട്ടൊരു ഓപ്ഷൻ കാണാം. ആ ഓളും കൂടി പ്രസ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാൻ എപ്പോഴും വീഡിയോ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും. ഇതിപ്പോൾ ഞാനിങ്ങനെ സ്പ്രെഡ് ചെയ്തിട്ടിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഉരുളക്കിഴങ്ങ് ഒന്ന് ചെറുതായിട്ട് മൊരിഞ്ഞ് കിട്ടുമ്പോൾ അതിനൊരു പ്രത്യേക ടേസ്റ്റാണ്. അതുകൊണ്ടാണ് ആ വെളിച്ചെണ്ണയിൽ ഒന്ന് മൊരിഞ്ഞ് വരാനാണ് ഞാനിങ്ങനെ സ്പ്രെഡ് ചെയ്തിട്ടിരിക്കുന്നത്. അപ്പോൾ ഇതൊരു അരമിനിറ്റ് ഇങ്ങനെ ഒന്ന് സ്പ്രെഡ് ചെയ്തിടുക. തിരിച്ച് ഒന്ന് ഇളക്കിയിട്ട് അടുത്ത സൈഡും ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്തിടുക ഒരു അരമിനിറ്റും കൂടി. അങ്ങനെ സ്പ്രെഡ് ചെയ്തിട്ട് രണ്ട് സൈഡും ചെറുതായിട്ട്, ഒരുപാടല്ല ചെറുതായിട്ടൊന്ന് മൊരിച്ചെടുക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റാണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചെയ്താൽ മതി, ഇല്ലെങ്കിൽ ഈ ഒരു പോർഷൻ സ്കിപ്പ് ചെയ്യാം. നമ്മളൊന്ന് ഇളക്കി മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ട് ഉടനെ തന്നെ നമുക്ക് പാനിൽ നിന്ന് മാറ്റാം. അതൊക്കെ നിങ്ങളുടെ ചോയ്സാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് നമുക്ക് നമ്മുടെ അടുത്ത റെസിപ്പിയുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം.